നിത്യവിശുദ്ധിയെ വിശിഷ്ടമാക്കാൻ, മനസ്സിനെ പരുവപ്പെടുത്തി വിശുദ്ധമാക്കാൻ, നന്മയുടെ ചക്രങ്ങളെ ജീവിതരഥത്തോട് ചേർക്കാൻ ഈശോയുടെ കുരിശുയാത്രയിൽ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പങ്കാളികളായവർ അറിഞ്ഞും അറിയാതെയും നമ്മുടെ മനസ്സിനെ ഭാഗം വെച്ചെടുക്കുമ്പോൾ രണ്ടു കള്ളന്മാരുടെ നടുവിൽ ഈശോ എന്ന പോലെ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ ഈ നോമ്പുകാലം വഴിയൊരുക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ മരണനേരത്തെ പങ്കിട്ടെടുക്കാൻ നിയുക്തരായ രണ്ട് കള്ളന്മാരെ കുറിച്ചാണ്. എല്ലാവരുടെയും ചിന്ത ആ രണ്ട് കള്ളന്മാരുടെ മനോഭാവത്തെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇന്ന് നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നു. ഈശോയുടെ ഇടവും വലവുമായി രണ്ട് കള്ളന്മാർ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു? നല്ല പഴങ്ങൾ ചീഞ്ഞവയുടെ കൂടയിൽ ഇട്ടാൽ നല്ലതും അവയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. ഈ തന്ത്രമാണ് ഈശോയെ കുരിശിൽ തറയ്ക്കാൻ ഉത്സാഹം കാണിച്ചവർ ഉപയോഗിച്ചിരുന്നത്. വഴിയും സത്യവും ജീവനുമായ പൂർണ്ണ നന്മയെ കള്ളന്മാരുടെ കൂടെ കുരിശിൽ തറച്ച് കള്ളന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുത്തിയത് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടതയുടെ കറുത്ത മുഖത്തെ വെള്ളപൂശി വെളുപ്പിക്കാനായിരുന്നു. ഈശോയുടെ വഴികളെ അറുത്തുമാറ്റാൻ, ഈശോയാകുന്ന സത്യത്തെ കുഴിച്ചുമൂടാൻ, അവന്റെ ജീവനെ പാതാളത്തിലെറിയാൻ, അങ്ങനെ തിന്മയുടെ കറുത്ത കൊടികൾക്ക് പിന്നിൽ മാലോകരെ അണിനിരത്താൻ. പക്ഷേ പിതാവായ ദൈവം അനാദിയിലെ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ പ്രിയപുത്രനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല എന്ന്. അവന്റെ സത്യത്തിന് എത്ര ഭീകരമായ കല്ലിനെയും ഉരുട്ടിമാറ്റാൻ ശേഷിയുണ്ടെന്ന്. അവന്റെ വഴികൾ ലോകാവസാനത്തോളം നീണ്ടു നിൽക്കുന്നതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഏത് ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തിയാലും നന്മയെന്നും നന്മയായി തന്നെ നിലനിൽക്കും എന്ന സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ മതവൈര്യങ്ങൾ തീർക്കുന്നതിനും പ്രതിയോഗിയെ ഉന്മൂലനം ചെയ്യുന്നതിനും നന്മയെ തിന്മയുടെ ഗണത്തിൽപ്പെടുത്തി കുരിശിൽ തറയ്ക്കുമ്പോൾ ഒന്നോർക്കുക, നന്മയും സത്യവും 2 നാൾ കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും ആ ഉയർപ്പിന്റെ ശക്തിയിൽ കപടസിംഹാസനങ്ങൾ എല്ലാം നിലം പൊത്തുമെന്നും. ഇനി 2 കള്ളന്മാരിലേക്ക് കടക്കാം. വ്യത്യസ്തരായ 2 കള്ളന്മാരെയാണ് വിശുദ്ധ ബൈബിൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ വലതുവശത്തെ കള്ളൻ തെറ്റിൽ വീണുപോയവനും താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളവനുമാണ്. എന്നാൽ ഇടതുവശത്തെ കള്ളനാകട്ടെ, അവൻ തെറ്റിനെ ന്യായീകരിക്കുന്നവനാണ്. ഈ 2 കള്ളന്മാരിൽ ഒരാളുടെ ആത്മാവിന്റെ പ്രതിരൂപമാണ് നമ്മളിൽ കുടികൊള്ളുന്നത്. അതാരുടേതെന്ന് നമ്മൾ സ്വയം വിവേചിച്ചറിയണം. തെറ്റിനെ ന്യായീകരിക്കുന്നവർക്ക് ഒരിക്കലും പശ്ചാത്താപം ഉണ്ടാകുന്നില്ല, അവരിൽ കുമ്പസാരം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ളവരുടെ കുമ്പസാരങ്ങൾ ക്രിയയും അനുഷ്ഠാനവും മാത്രമായി മാറുകയും അവൻ ചെയ്യുന്ന തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ഇടതുവശത്തെ കള്ളൻ ചെയ്തതും. നീ സ്വയം രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ആണ്ടുകുമ്പസാരം പൂർത്തിയാക്കിയിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആത്മശോധന ചെയ്തു നോക്കണം. ഇടതുവശത്തെ കള്ളന്റെ പ്രാർത്ഥനയാണോ വലതുവശത്തെ കള്ളന്റെ പ്രാർത്ഥനയാണോ നമ്മുടേതെന്ന്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ മറുപടി തരുന്നു എങ്കിൽ നമ്മൾ വലതുവശത്തെ കള്ളനാണ്. ഇടതുവശത്തെ കള്ളന്റെ വാക്കുകൾക്ക് ഈശോ മറുപടി കൊടുത്തില്ല. പ്രതിസന്ധികളുടെ കുരിശിൽ മരണവേദന അനുഭവിക്കുന്ന ഈ സമയത്ത്, ജീവിത പ്രാരാബ്ധങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സമയത്തെങ്കിലും നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.